മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ഭയം അഥവാ പേടി ഭയങ്കര ഒരു പ്രശ്നമുള്ള സാധനമാണ്. ജോബ് 3:25 പറയാണ്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു. പല നന്മകളും നമ്മളിലേക്ക് വരുന്നതിനുള്ള ഒരു തടസ്സം, ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ് ഈ ഭയം. അതുകൊണ്ട് ഭയം മാറിപ്പോകാനായിട്ട് ഭയത്തെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. അതിനുള്ള 3 വചനങ്ങൾ. ഒന്നാമത്തെ വചനം ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. 1 യോഹന്നാൻ 4:4 അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. മൂന്നാമത്തെ വചനം 2 തിമോത്തി 1:7, 2 തിമോത്തി 1:7, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവ്. ശക്തിയുടെ സ്നേഹത്തിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. എന്നിലെ ഭയം യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനത്തിൻ്റെ അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥിക്കുന്ന ഈ വചനങ്ങളെല്ലാം ഞങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, ഈ പ്രോഗ്രാം കാണുന്ന അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും തരം ഭയം, രോഗത്തെ ഭയം, പരീക്ഷാ ഭയം, അകാരണ ഭയം ഉള്ളവരുണ്ട്. വെറുതെ ചിന്തിച്ചു കൂട്ടി ടെൻഷൻ, ഭയം, ഡിപ്രഷൻ അടിപ്പെടുന്നവർ, യേശുവിൻ്റെ തിരുരക്തത്താൽ അവരെ കഴുകണമേ. വിവാഹത്തെക്കുറിച്ച് ഭയമുള്ളവരുണ്ട്, ഭാവി ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്, ജോലിയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പലതരത്തിലുള്ള ഭയങ്ങൾ. അതൊരു ബന്ധനമാണ്. ആ ബന്ധനം യേശു ഇപ്പോൾ തകർക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി അവരിൽ നിറയട്ടെ. പല ഭയത്തിൻ്റെയും പിന്നിലുള്ളത് ഒരു ശൂന്യത, ഒരു പൊള്ളയായ കാര്യമാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളിൽ, ഇപ്പം എനിക്ക് 51 വയസ്സായി, ഈ 51 വയസ്സിനുള്ളിൽ പല കാര്യങ്ങളും ഭയപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ ഭയപ്പെടുത്തുമായിരുന്ന, കീഴ്പ്പെടുത്തുമായിരുന്ന പല കാര്യങ്ങളും ദൈവം അത്ഭുതമാക്കി മാറ്റി. നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര അത്ഭുതമായി പോയി, നിങ്ങളുടെ ദൈവത്തിന് ഭയങ്കര ശക്തിയാണ്, ഇത്രയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ എന്ന് പലരും ചോദിക്കുന്ന രീതിയിൽ നടത്തി തന്നു. അതുപോലെ ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്ത പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ പറഞ്ഞു തന്നപ്പോൾ വിശ്വസിച്ചില്ല, ഭയങ്കര അത്ഭുതമായി പോട്ടോ, ഭയങ്കര ശക്തിയുള്ള വചനമെന്ന് പറയുകയാണ്. അപ്പോൾ അനേകർക്ക് പറഞ്ഞു കൊടുത്ത, അനേകർ പ്രാർത്ഥിച്ചിട്ടുള്ള, ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളും വെച്ച് പ്രാർത്ഥിക്കുക. ഇതാ, ഭയം അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതിന് പകരം മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 36-ാം പകുതി, ഭയപ്പെടേണ്ട, അതിൻ്റെ വിപരീതം എന്താണ്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസം വരുമ്പോൾ ബാക്കിയെല്ലാം വന്നോളും. പ്രൈസ് ദ ലോർഡ്.